അർജുൻ, അപ്പോൾ ഡിവൈഎഫ്ഐ ഒക്കെ കടുത്ത ആരോപണമാണ് ഉന്നയിക്കുന്നത്. അവർ ആഭ്യന്തരമന്ത്രിയുടെ മുഖ്യമന്ത്രിയുടെ ഓഫീസിനെയൊക്കെ ഈ ഒരു പ്രശ്നത്തോട് ചേർത്ത് വെക്കുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായും കോൺഗ്രസ് നേതൃത്വത്തിന്റെ ഭാഗത്ത് നിന്ന് ഒരു മറുപടി വരേണ്ടതല്ലേ? അവർ എന്തെങ്കിലും ഒരു വിശദീകരണമെങ്കിലും നൽകേണ്ടതല്ലേ? തീർച്ചയായും ഷിഹാസ, 2 ദിവസമായി ഇതുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ പുകയുന്നുണ്ട്. പക്ഷേ ഈ നിമിഷം വരെ കോൺഗ്രസോ യൂത്ത് കോൺഗ്രസോ ഒരു പ്രതികരണവും ഈ വിഷയത്തിൽ നടത്തിയിട്ടില്ല. KPCC നടത്തിയിട്ടില്ല, DCC നടത്തിയിട്ടില്ല. യൂത്ത് കോൺഗ്രസിന്റെ ഔദ്യോഗികമായ സ്ഥാനത്തിരിക്കുന്ന ആരും തന്നെ ഇതുമായി ബന്ധപ്പെട്ട യാതൊരു പ്രതികരണവും നടത്തിയിട്ടില്ല. കഴിഞ്ഞ 2-3 വർഷമായിട്ടെങ്കിലും ഈ പറയുന്ന സംഘം VD സതീശനൊപ്പമുണ്ട്. പ്രതിപക്ഷ നേതാവായിരിക്കെ സംസ്ഥാനത്തുടനീളം ഇവർ റീലുകൾ ചിത്രീകരിക്കാനും മറ്റുമായി അദ്ദേഹത്തിനൊപ്പം സഞ്ചരിച്ചിട്ടുമുണ്ട്. അതിന്റെ ദൃശ്യങ്ങളൊക്കെ തന്നെ അവരുടെ സമൂഹ മാധ്യമ അക്കൗണ്ടുകളിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അദ്ദേഹത്തിന്റെ വാഹനത്തിൽ നിന്നടക്കമുള്ള ദൃശ്യങ്ങൾ അവരുടെ സമൂഹ മാധ്യമങ്ങളിലുണ്ട്. മാത്രമല്ല, നിയമസഭാ മന്ദിരത്തിലടക്കം ഇവർക്ക് UDF നേതാക്കൾക്കൊപ്പം എത്താൻ കഴിയുന്നു എന്നതും ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. അത്തരത്തിൽ ഈ നേതാക്കളുമായി അടുത്ത ബന്ധം പുലർത്തുന്ന ആളുകൾ തന്നെയാണ് ഇവർ. അതുകൊണ്ട് തന്നെ മുൻപും ലഹരി കടത്തിയിട്ടുണ്ടോ, അത് ഇത്തരത്തിലുള്ള ഏതെങ്കിലും ഔദ്യോഗിക യാത്രയുടെ മറവിലടക്കം നടത്തിയിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ പരിശോധിക്കേണ്ടി വരും. സ്വാഭാവികമായും കാസർഗോഡേക്ക് എറണാകുളത്ത് നിന്ന് ലഹരി കൊണ്ടുപോകുമ്പോഴാണ് ഇവർ പിടിയിലായത് എന്നാണ് മനസ്സിലാക്കുന്നത്. അതും ഒരു വലിയ ക്വാണ്ടിറ്റിയാണ്. 139.29 ഗ്രാം MDMA ആണ് ഇവരിൽ നിന്ന് പിടികൂടിയത്. കാറിന്റെ ഡാഷ്ബോർഡിലടക്കം ഒളിപ്പിച്ച നിലയിലായിരുന്നു ഈ MDMA ഉണ്ടായിരുന്നത്. അതായത് ഇവർ മറ്റാരിൽ നിന്നോ വലിയ തോതിൽ MDMA വാങ്ങുന്നു, എന്നിട്ട് സംസ്ഥാനത്തിന്റെ പല ഭാഗങ്ങളിലേക്ക് എത്തിക്കുകയും അവിടെയൊക്കെ തന്നെ മറ്റ് വിൽപ്പനക്കാർക്ക് വിതരണം ചെയ്യുകയും ചെയ്യുന്നു. ഏതാണ്ട് 7 ലക്ഷം രൂപയെങ്കിലും വിലമതിക്കുന്ന ലഹരിയാണ് ഇവരിൽ നിന്നും കണ്ടെത്തിയിരിക്കുന്നത്. എന്തായാലും ഇവരെ ഏതെങ്കിലും സ്ഥാനത്ത് നിന്ന് നീക്കിയെന്നോ അല്ലെങ്കിൽ ഇവരെ ഈ വാർത്ത നിഷേധിച്ചുകൊണ്ട് പോലും ഇതുവരെ ഒരു വാർത്താക്കുറിപ്പ് പോലും കോൺഗ്രസിന്റെയോ യൂത്ത് കോൺഗ്രസിന്റെയോ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. എന്തായാലും VD സതീശനുമായി അടുത്ത ബന്ധം പുലർത്തുന്ന ആളുകൾ തന്നെയാണ് പിടിയിലായിട്ടുള്ളത്. മാത്രമല്ല, കഴിഞ്ഞ കുറേ വർഷമായി VD സതീശനുമായി ഇവർക്ക് ബന്ധമുണ്ട് എന്ന് തെളിയിക്കുന്നുമുണ്ട്. മാത്രമല്ല, ഇവരുടെ സമൂഹ മാധ്യമ അക്കൗണ്ടിൽ അത് കൃത്യമായി തന്നെ ടീം VD സതീശൻ സോഷ്യൽ മീഡിയ കോർഡിനേറ്റർ എന്നടക്കം രേഖപ്പെടുത്തിയിട്ടുമുണ്ട്. ശരി, അർജുൻ മട്ടന്നൂരാണ് ഈ വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്.